ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. TCVയുടെ സംവേദനം പരിപാടി സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചു. MN ലക്ഷം വീട് പദ്ധതിയിൽ നിർമ്മിച്ച ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി പുനർനിർമ്മിക്കുന്നതിന് കാരണമായത് TCV ആണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടൂർ ആറമ്പിള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 100ഓളം വാഴകൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. വെള്ളം ലഭിക്കാതെ അരിമ്പൂർ, കൊടയാട്ടി, അന്തിക്കാട് പടവുകളിൽ 2400 ഏക്കറിലേറെ നെൽകൃഷി ഉണക്കുഭീഷണിയിൽ. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ. എറിയാട് സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. ഞെള്ളൂർ വെണ്ടൂർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചു. കരാറുകാരൻ പിൻവാങ്ങിയതാണ് പാലം നിർമ്മാണം നിലയ്ക്കാൻ കാരണം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങരയിൽ വീണ്ടും സർവീസ് റോഡിലെ സ്ലാബ് തകർന്നു. തുടർച്ചയായ 5ാം തവണയാണ് സ്ലാബ് തകരുന്നത്. തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രമായി. പതിവ് തെറ്റിക്കാതെ കുംഭാര സേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. പച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് കൂറയിടൽ ചടങ്ങ് നടന്നു. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാന സർക്കാർ 1972 നടപ്പിലാക്കിയ MN ലക്ഷം വീട് പദ്ധതിയിൽ നിർമ്മിച്ച ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി പുനർനിർമ്മിച്ചതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മരത്താക്കരയിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കാരണം TCV ആണെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ ചീഫ് വിപ്പ് ആയിരിക്കെ TCVയുടെ സംവേദനം പരിപാടിയുടെ ഭാഗമായി 2 വീട്ടമ്മമാർ വിളിച്ച് MN നഗറിലെ ഒരു ചുമരിന് ഇരുവശത്തുമായി കഴിയുന്ന കുടുംബങ്ങളുടെ ദയനീയാവസ്ഥ പറഞ്ഞതാണ് ഇരട്ട വീട് ഒറ്റ വീടാക്കുന്നതിനുള്ള സർക്കാർ തീരുമാനത്തിന് വഴിവെച്ചതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പിന്നീട് സ്ഥലം സന്ദർശിച്ചപ്പോൾ കണ്ണു നനയിക്കുന്ന സ്ഥിതിയായിരുന്നു ഇരട്ട വീട്ടിലെ കുടുംബങ്ങളുടേത്. അന്ന് ആ കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാനായെന്ന് മന്ത്രി പറഞ്ഞു. സ്ഥിരമായി ചെയ്തിരുന്ന സംവേദനം എന്ന പരിപാടിയിൽ മരത്താക്കരയിൽ നിന്ന് 2 ചേച്ചിമാരെന്നെ നേരിട്ട് വിളിച്ച് ഞങ്ങളിങ്ങനെ ഒറ്റ ചുമര് മാത്രമുള്ള ഇരട്ട വീട് താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. നേരിട്ട് വിളിച്ച് ഞങ്ങളിങ്ങനെ ഒറ്റ ചുമര് മാത്രമുള്ള ഇരട്ട വീട്ടിൽ താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഞാനന്ന് MLA ചീഫ് വിപ്പാണ്. എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും എന്ന് പൂർണ്ണമായി രൂപം എന്റെ മുമ്പിലില്ല. പക്ഷെ എങ്ങനെയും ഇത് പൂർത്തീകരിച്ച് പരിഹരിച്ചേ മതിയാകും എന്നെനിക്ക് തോന്നുന്നു. സംവേദനത്തിന്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞ കണ്ണു നനയ്ക്കുന്ന കാഴ്ചയാണ്. ഇരട്ട വീട്, നടുവിലൊറ്റ ചുമര്. ഒരു സ്വകാര്യം വേറെ ആരോടെങ്കിലും പറയാൻ പറ്റില്ല. ഇപ്പുറത്തെ വീട്ടിലെ രാഷ്ട്രീയക്കാരൻ കേൾക്കും. ഒരു വീടിന് ഒറ്റ ചുമര് മാത്രം, അതിനപ്പുറത്തും ഇപ്പുറത്തും 2 വീടുകൾ. അന്നതൊരു ചെറിയ കാര്യമായിരുന്നില്ല. നാട്ടുകാർ പറയണതനുസരിച്ച് തമ്പുരാൻ സഹായിച്ചിട്ട് പറഞ്ഞ വാക്കും ഇട്ട കല്ലും ഒന്നും വെറുതെയായി പോയിട്ടില്ല. പദ്ധതി പ്രകാരം 39 വീടാണ് മരത്താക്കര MN നഗറിൽ നിർമ്മിക്കുന്നത്. ഇതിൽ 30 വീടുകൾ പൂർത്തിയായി. പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർപേഴ്സൺ TV ബാലൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് അംഗം ഗീതാ ഗോപി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റെജി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിൻസി അക്കരപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. മുണ്ടൂർ ആറമ്പിള്ളിയിൽ കാട്ടുപന്നിക്കൂട്ടം വാഴകൾ നശിപ്പിച്ചു. കർഷകരായ ശശിധരൻ കണ്ടിരുത്തി, രവീന്ദ്രൻ കണ്ടിരുത്തി, സജിലൻ കണ്ടിരുത്തി എന്നിവരുടെ 100ഓളം വാഴകളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. കർഷകരുടെ പരാതിയെ തുടർന്ന് കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് ലിൻഡി ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കർഷക പ്രതിഷേധത്തെ തുടർന്ന് ഉണക്ക് ഭീഷണിയിലായ നെൽപ്പാട ശേഖരങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടാൻ നടപടിയായെങ്കിലും പാടത്തേക്ക് വെള്ളം എത്തിയില്ലെന്ന ആക്ഷേപം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ താറാവ് തീറ്റയ്ക്ക് വെള്ളം കയറ്റി നിർത്തുന്നതാണ് കാരണമെന്ന് കർഷകർ. അരിമ്പൂർ, കൊടയാട്ടി, അന്തിക്കാട് പടവുകളിൽ 2400 ഏക്കറിലേറെ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലായതിനെ തുടർന്ന് കർഷക പ്രതിഷേധം ഉയർന്നിരുന്നു.
ഇതോടെ വെള്ളമെത്തിക്കാൻ നടപടിയായെങ്കിലും ഇറിഗേഷൻ കനാലിലൂടെ എത്തുന്ന വെള്ളം പല പടവുകളിലേക്കും നിർദ്ദേശം മറികടന്ന് താറാവ് കൃഷിക്കായി കൊണ്ടുപോകുകയാണ്. ഇതുമൂലം വെള്ളം ആവശ്യമുള്ള പാടശേഖരങ്ങളിൽ വെള്ളമെത്താത്ത സ്ഥിതിയാണ്. ഇപ്പോൾ കൊടയിൽ ഇതുവരെയായിട്ടും വെള്ളം എത്തിയിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാന കാരണം പുറംചാലിലെ വെള്ളം ചാല് വീർക്കാത്തതാണ്. ചാല് വീർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ വേണ്ടത്ര വെള്ളം പാടശേഖരത്തിലേക്ക് എത്തുള്ളൂ. അത് എത്താത്തതുകൊണ്ട് നെല്ല് കരിഞ്ഞു പോകുന്ന സ്ഥിതിയാണ്. എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയെന്നൊക്കെയാണ് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞത്. പക്ഷെ വന്ന് നോക്കുമ്പോൾ ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല. മനസ്സിലാക്കാൻ കഴിയുന്നത് പല കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിലേക്കും വെള്ളം തുറക്കുന്നത് മൂലമാണ് ഇവിടെ എത്താത്തത് എന്നാണ് മനസ്സിലാവുന്നത്. താറാവ് കൃഷിക്കാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലേക്ക് വെള്ളം തുറക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കടം വാങ്ങിയും ആഭരണം പണയം വെച്ചും പലിശക്കെടുത്തും കൃഷി ചെയ്യുന്നവരാണ് പലരും. പ്രതീക്ഷിച്ച വിളവ് കിട്ടിയില്ലെങ്കിൽ ഇവർ സാമ്പത്തികമായി തകരും. തടയണ നിർമ്മാണത്തിനായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് 2 ആഴ്ചയിലധികമാണ് വെള്ളം തടഞ്ഞുവെച്ചത്. കൊയ്ത്തുകഴിഞ്ഞ പാടത്തേക്ക് ഇറിഗേഷൻ കനാലിലെ വെള്ളം കൊണ്ടുപോകുന്നതുമൂലം മെയിൻ ചാലിൽ ജലനിരപ്പ് ഉയരാത്തതാണ് പടവിലേക്ക് വെള്ളമെത്താതിരിക്കാൻ കാരണം. കൃഷിവകുപ്പ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. 3 ഏക്കറോളം ഈ ഭാഗത്തായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തുള്ള നെല്ല് വെള്ളം കിട്ടാത്ത കാരണത്താൽ നശിച്ചു പോവുകയാണ് ഉണ്ടായേക്കണത്. ഏകദേശം 90 ദിവസത്തോളമായിട്ട് കതിര് വന്നേക്കുന്ന നെല്ലാണ് നശിച്ചേക്കുന്നത്. പുറംചാലിൽ വെള്ളം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വെച്ചാലും ഇവിടെ ഞങ്ങൾക്കൊന്നും വെള്ളം എത്തിയിട്ടില്ല. വേണ്ടപ്പെട്ടവർ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെട്ട് നിയമലംഘനം നടത്തുന്ന പാടശേഖര സമിതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ. എറിയാട് പേബസാർ കൊണ്ടിയാറ വീട്ടിൽ ഷാജിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിലെത്തിയ 14 വയസ്സുകാരിയെയാണ് ഇയാൾ 4 തവണ പീഡിപ്പിച്ചത്. 2024-ലും 2025-ലുമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൃക്കൂർ അളഗപ്പനഗർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഞെള്ളൂർ വെണ്ടൂർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചു. 2020-ൽ കരാർ അംഗീകാരമായ പാലം അനാസ്ഥയും പ്രതികൂല കാലാവസ്ഥയും വിലങ്ങുതടിയായപ്പോൾ നിർമ്മാണം എങ്ങുമെത്താത്ത നിലയിലാണ്. പണി പാതി വഴിയിൽ നിൽക്കെ രൂപരേഖ മാറ്റിയതും എസ്റ്റിമേറ്റ് തുക ഇരട്ടിയായി ഉയരുകയും ചെയ്തതോടെ കരാറുകാർ പിന്മാറിയതാണ് പാലനിർമ്മാണം നിലയ്ക്കാൻ കാരണം. ഞെള്ളൂർ തോട്ടുരുത്തി തോട്ടിൽ വെള്ളം കൂടുകയും കോവിഡ് നിയന്ത്രണങ്ങളും കൂടിയായതോടെ 2021 ഫെബ്രുവരിയിലാണ് പാലം പണി തുടങ്ങിയത്. ഭരതയിൽ നിന്ന് കല്ലൂർ സുറായി പള്ളിക്ക് സമീപത്തുകൂടി മണലിപ്പുഴയിൽ ചേരുന്ന തോട്ടിൽ വെള്ളം ഉയരുന്നതിനാൽ ബണ്ട് കെട്ടിയാണ് പാലം പണിയുന്നത്. കൊടകരയിലെ സ്വകാര്യ കരാർ കമ്പനിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ കരാർ. തോട്ടിലെ നീരൊഴുക്കിന് തടസ്സം വരാതിരിക്കാൻ ഇടയിൽ തൂണുകൾ ഇല്ലാത്ത വിധമായിരുന്നു പാലത്തിന്റെ രൂപകൽപ്പന. ഉറപ്പില്ലാത്ത സ്ഥലത്ത് മണ്ണ് പരിശോധന നടത്തിയ ശേഷം കോക്കനട്ട് പൈലിംഗ് നടത്തിയാണ് അന്ന് പണി തുടങ്ങിയത്. എസ്റ്റിമേറ്റിൽ പറയുന്നതിനേക്കാൾ അധികം തെങ്ങിൻ തടികൾ പൈലിംഗിന് ആവശ്യം വന്നിട്ടും അധികൃതർ വരാനിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞില്ല. പാലത്തിന് ഉയരം കുറവാണെന്നും രൂപരേഖ മാറ്റണമെന്നും കരാറുകാർ വകുപ്പിനെ അറിയിച്ചിരുന്നുവെങ്കിലും അടിയന്തരമായി തുടങ്ങാനായിരുന്നു വകുപ്പ് നിർദ്ദേശം. എന്നാൽ 2 മാസത്തിനു ശേഷം മഴയെത്തിയതോടെ തോട്ടിലെ ബണ്ട് പൊട്ടിച്ച് പണി മുടങ്ങി. 2022 ജനുവരിയിൽ വീണ്ടും ബണ്ട് കെട്ടി പണി തുടങ്ങി. ഫെബ്രുവരിയിൽ കോൺക്രീറ്റ് പൈലിംഗ് പൂർത്തിയാക്കി. മാർച്ചിൽ വിദഗ്ധ സംഘം പൈൽ ഇന്റഗ്രിറ്റി പരിശോധന നടത്തി. വീണ്ടും 2023 ഏപ്രിലിൽ പണി തുടങ്ങി. മെയ്യിൽ ബണ്ട് പൊട്ടി, പണിയും മുടങ്ങി. 2024 ഏപ്രിലിൽ പാലത്തിന്റെ സ്ലാബ് പണി തുടങ്ങിയെങ്കിലും പാലത്തിന് ഉയരം കൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പണി തടഞ്ഞു. കരാറുകാർക്ക് കെട്ടിയ സ്ലാബ് പൊളിക്കേണ്ടി വന്നു. പാലത്തിന്റെ തൂണുകൾ 80 സെന്റിമീറ്റർ ഉയരം കൂട്ടണമെന്നും അതിനു മുകളിൽ സ്ലാബ് ഇടണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. 50 ലക്ഷം രൂപ കരാറിൽ പണിയാരംഭിച്ച പാലത്തിന് പുതിയ എസ്റ്റിമേറ്റ് തുക 1 കോടിക്ക് മുകളിലായിരുന്നു. അതോടെ കരാറുകാർക്ക് പണി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലായി. തുടർന്ന് നിലവിൽ പൂർത്തിയായ പണിയുടെ തുകയും ഡെപ്പോസിറ്റും നഷ്ടപരിഹാരവും തീർത്ത് പണിയിൽ നിന്ന് ഒഴിവാക്കാൻ കരാറ് കമ്പനി ആവശ്യപ്പെട്ടു. എന്നാൽ പാലം പണിയാൻ പുതിയ ടെൻഡർ വിളിക്കുകയായിരുന്നു അധികൃതർ. അതോടെ കരാറുകാർ കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചു. അതോടെ ടെൻഡറും റീടെൻഡറും സ്റ്റേയും കോടതി നടപടിയുമായി പാലം പണിയും അവതാളത്തിലായി. TCV ന്യൂസ്, പുതുക്കാട്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങരയിൽ വീണ്ടും സർവീസ് റോഡിലെ സ്ലാബ് തകർന്നു. ഇത് 5ാം തവണയാണ് ചാലക്കുടി അങ്കമാലി ദിശയിൽ ഗ്രാമീണ ബാങ്കിന് സമീപത്തെ സ്ലാബ് തകരുന്നത്. 8 mm കനമുള്ള കമ്പികൾ ഉപയോഗിച്ച് വാർത്തതാണ് സ്ഥിരമായ സ്ലാബുകൾ തകരാൻ കാരണമെന്ന് പറയുന്നു. മറ്റ് പലയിടത്തും മഴക്കാലത്ത് ഇത്തരത്തിൽ സ്ലാബുകൾ തകർന്നിട്ടുണ്ട്. ചരക്ക് വാഹനങ്ങൾ കയറിയിറങ്ങുമ്പോൾ ഭാരം താങ്ങാൻ സ്ലാബുകൾക്ക് സാധിക്കുന്നില്ല.
ആഴം കുറവുള്ള കാനയിൽ മണ്ണും ചെളിയും കെട്ടിക്കിടക്കുന്നതും പ്രശ്നമാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്ലാബ് തകർന്നത് ദേശീയപാതയിൽ വാഹനങ്ങളുടെ മെല്ലെപ്പോക്കിന് കാരണമായി. ഇവിടെ 70 അടി നീളത്തിൽ പുതിയ കാന നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ഭക്തിസാന്ദ്രമായി. പതിവ് തെറ്റിക്കാതെ കുംഭാര സേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. രാമഹനുമാന്മാരുടെ വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികൾ നിറച്ച പെട്ടികളും തലയിലേന്തി കുംഭാര സേവകർ നടപ്പന്തലിൽ രാമമന്ത്രങ്ങളാൽ പ്രദക്ഷിണം നടത്തി. നാലമ്പലത്തിനകത്ത് കയറി പൂജയും നടത്തിയാണ് കുംഭാര സേവകർ മടങ്ങിയത്. ക്ഷേത്രത്തിൽ ഗവാള പൂജ നടന്നു. ആക്കപ്പറമ്പ് പ്രകാശ് നിവാസിൽ സുന്ദരൻ ചെട്ടിയാരുടെ നേതൃത്വത്തിലാണ് ഗവാള പൂജ നടത്തുന്നത്. സുന്ദരൻ ചെട്ടിയാരുടെ മകൻ പ്രകാശൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മണ്ണൂർ രാജകുമാരൻ നല്ലൂരിന്റെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് കൂറയിടൽ ചടങ്ങ് നടന്നു. 18കാവ് വേലയിലെ അരക്കാവ് മാമാങ്കം കൂറയിടലിനാണ് എന്നാണ് ഐതിഹ്യം. ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് തെക്കുംകര ദേശമാണ്. തട്ടകത്ത് നിന്ന് മുറിച്ചെടുത്ത പച്ചമുള ആർപ്പുവിളികളോടെ തട്ടക നിവാസികൾ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് മുള കീറി അലകുകളാക്കി പടി രൂപത്തിലാക്കി വടക്കേ നടയിൽ സ്ഥാപിച്ചതോടെ മാമാങ്കം കൂറയിട്ടു. തെക്കുംകര ദേശം പ്രസിഡന്റ് രഘു പാലിശ്ശേരി, സെക്രട്ടറി PK രാമചന്ദ്രൻ, ട്രഷറർ MP പ്രവീൺ, K പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വേണുഗോപാലിനാണ് ദേശത്തെ തച്ചൻ. ഈ മാസം 17-നാണ് മച്ചാട് മാമാങ്കം. മുല്ലക്കര ആണ്ട് നേർച്ച ആഘോഷിച്ചു. ഖത്തുമിൽ ഖുറാൻ ദുആ സംഗമത്തിന് സയ്യിദ് ഹസൻ ഹാരിസ് തങ്ങൾ നേതൃത്വം നൽകി. നേർച്ച ഭക്ഷണ വിതരണം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് VM സിദ്ദിഖ്, മഹല്ല് സെക്രട്ടറി KM മൊയ്തീൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തൃശൂർ ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ MA റഷീദ്, MA അസീസ്, അസുഗർ തങ്ങൾ, ഹാറൂൺ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ 3ാം ഘട്ടം പൂർത്തിയായി. 50 ലക്ഷം ചെലവിൽ പൈപ്പ് സ്ഥാപിച്ച് പാലാമ്പ്രയിലെ സംഭരണിയിൽ വെള്ളമെത്തിച്ചാണ് പദ്ധതിയുടെ 3ാം ഘട്ടം പൂർത്തിയാക്കിയത്. പതിറ്റാണ്ടുകളായി രൂക്ഷമായ ജലക്ഷാമമാണ് പാലാമ്പ്ര കുന്നിലുണ്ടായിരുന്നത്. സ്ഥലമെടുപ്പിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലും തടഞ്ഞുനിന്ന തോട്ടുമുഖം പദ്ധതിക്ക് 3 ഘട്ടങ്ങളിലായി 12 കോടി രൂപയാണ് ഇറിഗേഷൻ വകുപ്പ് ചെലവഴിച്ചത്. ശുദ്ധീകരണ പ്ലാന്റ് കൂടി യാഥാർത്ഥ്യമായാൽ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. പദ്ധതിയുടെ 3ാം ഘട്ടം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ഫവാസ്, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചിത്ര P ഭായ് എന്നിവർ സംസാരിച്ചു. കാളിയാറോഡ് ചന്ദനക്കുടം നേർച്ച ശനിയാഴ്ച ആഘോഷിക്കും. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KA അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ മൗലീദ് പാരായണവും ഖത്തം ദുആയും തുടർന്ന് അന്നദാനവും നടക്കും. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടക്കും. യുവജന കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നേർച്ചകൾ ഞായറാഴ്ച പുലരും വരെ പള്ളിയിലെത്തും.
ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകളിലേക്ക് കാറും ബൈക്കും ഇടിച്ചു കയറി 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വഴിതിരിച്ചുവിടാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്കിടയാക്കിയത്. വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്ക് റോഡ് തിരിച്ചറിയാൻ കഴിയാതെ കൂട്ടിയിട്ട സ്ലാബുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രദേശത്ത് അപകട സൂചനാ ബോർഡ് സ്ഥാപിച്ചു. പൊതുപ്രവർത്തനത്തിന്റെ വേറിട്ട മാതൃകയാണ് തേറമ്പിൽ രാമകൃഷ്ണനെന്ന് മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ. ലീഡർ സ്മാരക പുരസ്കാരം തേറമ്പിൽ രാമകൃഷ്ണനെ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നിയൂർക്കുളത്ത് നടന്ന ചടങ്ങിൽ ലീഡർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ P. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഭൂമി തരം മാറ്റണമെന്ന അപേക്ഷ RDO നിരസിക്കുകയാണെങ്കിൽ ഉത്തരവ് ലഭിച്ച് 30 ദിവസത്തിനകം 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാവുന്നതാണെന്ന് ഇരിങ്ങാലക്കുട RDO മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. മുകുന്ദപുരം പടിയൂർ സ്വദേശി തന്റെ 8.09 ഭൂമി തരം മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ RDO തീർപ്പാക്കിയില്ലെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ കമ്മീഷൻ അംഗം V. ഗീതയുടെ നിർദ്ദേശാനുസരണം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. പരാതിക്കാരനായ ഇരിങ്ങാലക്കുട സ്വദേശി VK ദാമോദരൻ സിറ്റിംഗിൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ പരാതി തീർപ്പാക്കി. പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണ സമ്മേളനം ചാലക്കുടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച നടക്കും. മിനി ടൗൺ ഹാളിൽ ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ രാഘവൻ തിരുമുൽപ്പാട് പുരസ്കാരം കവയത്രി ഷീജ വക്കത്തിന് നൽകും. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, K. മുരാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആചാരി തിരുവത്ര എന്ന പേര് കേൾക്കാത്ത റേഡിയോ ശ്രോതാക്കൾ ഉണ്ടാകില്ല. റേഡിയോ നിലയങ്ങളിലേക്ക് ആചാരി തിരുവത്ര എന്ന മോഹൻദാസ് കത്തുകൾ അയക്കാൻ തുടങ്ങിയിട്ട് 1/2 നൂറ്റാണ്ട് പിന്നിട്ടു. ജൻവാണി 90.8 MHz കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ, കണ്ണൂർ. ഇന്നത്തെ അതിഥി ആചാരി തിരുവത്രയുൾപ്പെടെ എല്ലാ ശ്രോതാക്കൾക്കും ഉച്ചപ്പാട്ട് പരിപാടിയിലേക്ക് സാദരം. പാലക്കാട് തിരുവത്ര കുഞ്ചേരി സ്വദേശിയായ ആചാരി തിരുവത്ര 13-ാം വയസ്സ് മുതലാണ് റേഡിയോ നിലയങ്ങളിലേക്ക് കത്തുകൾ അയക്കാൻ തുടങ്ങിയത്. റേഡിയോ പങ്ക്തികളായ നിങ്ങളുടെ കത്തുകളിലും എഴുത്തുപെട്ടിയിലും ഇദ്ദേഹത്തിന്റെ പേര് നിരന്തരം കേൾക്കാം. ഇത്രയും വർഷം കൊണ്ട് 40,000-ൽ പരം കത്തുകൾ ആകാശവാണിയുടെ വിവിധ ശാഖകളിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ആചാരി പറയുന്നു. ഈ 13-ാമത്തെ വയസ്സിൽ റേഡിയോ തുടങ്ങിയത് അതൊരു എന്തെന്നാ പറയുക, അതൊരു ഭയങ്കര അനുഭവമുള്ളൊരു കാര്യമാണത്. കാരണം അന്ന് എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ അയൽ വീടുകളിൽ പോയിട്ടായിരുന്നു ഞാൻ റേഡിയോ പരിപാടിയിൽ കേട്ടിരുന്നത്. ഈ എൻ്റെ റേഡിയോ ഭ്രമം കണ്ട് എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തന്നു, മർഫി റേഡിയോ. അന്ന് മുതൽ ഞാൻ റേഡിയോയുടെ ആരാധകനാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഞാൻ ആകാശവാണി പരിപാടികൾ കേൾക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ആകാശവാണിയുടെ പരിപാടികൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മകളും കൂടി റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അന്ന് അത് കേട്ടിട്ടെങ്കിലും ഞാൻ എഴുതും. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരു പോക്കറ്റ് റേഡിയോ എൻ്റെ കയ്യിലുണ്ടാവും. ആ പോക്കറ്റ് റേഡിയോയിലെ പരിപാടികൾ കേട്ട് ഞാൻ ഒരിക്കലും പരിപാടി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടികൾ കേട്ട് എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് അയക്കാറുണ്ട്. ആകാശവാണിയുടെ തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, ദേവികുളം, കൊച്ചി നിലയങ്ങളുമായി നല്ല ബന്ധമാണ്. എല്ലാ റേഡിയോ പരിപാടികളും സ്ഥിരമായി കേൾക്കും. പല പരിപാടികളിലും സ്റ്റുഡിയോയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഒരു പോക്കറ്റ് റേഡിയോയാണ് ആചാരിയുടെ സന്തത സഹചാരി. ജോലിയുടെ ഇടവേളകളിൽ റേഡിയോ പരിപാടികൾ ആസ്വദിക്കും. ഓരോ ദിവസത്തെയും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ എഴുതിക്കഴിഞ്ഞ് മാത്രമേ ഉറങ്ങാറുള്ളൂ. കഥാകൃത്ത്, കവി, ഗായകൻ, നടൻ, നിരൂപകൻ എന്നീ നിലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ 63-കാരൻ. TCV ന്യൂസ്, ചാവക്കാട്. നാടക ചലച്ചിത്ര നടി കലാലയം രാധ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം. അന്തരിച്ച നാടക കലാകാരൻ ജോസ് പായമലിന്റെ ഭാര്യയാണ്. ഇരുവരും നാടകങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. തൃശൂർ പൂരം പ്രദർശനത്തിൽ 50 വർഷം തുടർച്ചയായി തത്സമയ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നടിക്കുള്ള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് 4 തവണ നേടിയിട്ടുണ്ട്. അച്ചുവിൻ്റെ അമ്മ, സൂര്യാധാനം, രാത്രികൾ നിനക്ക് വേണ്ടി, ഇസബെല്ല, ജംന പ്യാരി, ചിൽഡ്രൻസ് പോലീസ് തുടങ്ങിയ സിനിമകളിലും നിരവധി ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. പാലക്കാട് മെമുവിന് കോച്ചുകൾ കൂട്ടി.
പാലക്കാട് എറണാകുളം മെമു ട്രെയിനുകൾ ഈ മാസം 23 മുതൽ 12 കോച്ചുകളുമായി ഓടും. ഇത് സംബന്ധിച്ച് റെയിൽവേ ഉത്തരവ് പുറത്തിറങ്ങി. നിലവിൽ ഈ ട്രെയിൻ 8 കോച്ചുകളുമായാണ് സർവീസ് നടത്തുന്നത്. അതും ചൊവ്വ ഒഴികെ ആഴ്ചയിൽ 6 ദിവസം മാത്രം. തിരക്കേറിയ മെമു 16 കോച്ചുകളോടെ ദിവസേന ഓടണമെന്ന് യാത്രികർ ഏറെക്കാലമായി ആവശ്യപ്പെട്ടു വരികയാണ്. ചാവക്കാട് ടൗണിൽ ചേറ്റുവ റോഡിൽ 6 കോടിയോളം രൂപ വില വരുന്ന വീടും 17 സെന്റ് സ്ഥലവും ആതുര സേവനത്തിന് സൗജന്യമായി നൽകി തൃശൂർ അതിരൂപതയിലെ വൈദികൻ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് മാതൃകയായി. MCBS സഭയുടെ യു കെയർ പാലിയേറ്റീവ് കെയർ എന്ന സ്ഥാപനത്തിനാണ് വൈദികൻ സ്വത്തുക്കൾ നൽകിയത്. പിതാവ് ജോൺ മുട്ടത്തിന്റെ ആഗ്രഹമാണ് മകൻ സാക്ഷാത്കരിച്ചത്. അശരണരായ രോഗികൾക്ക് സേവനവും പരിചരണവും നൽകാൻ വീടും സ്ഥലവും നൽകണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. ഫാർമസിസ്റ്റ് ആയിരുന്ന ജോൺ മുട്ടത്തിന് 2ാം ലോകയുദ്ധകാലത്ത് സൈന്യത്തിലെ സർജിക്കൽ സെക്ഷനിലായിരുന്നു ജോലി. 14 വർഷം മുൻപ് വീടും സ്ഥലവും മകന്റെ പേരിൽ എഴുതുമ്പോൾ താൻ ചെയ്ത സേവന വഴിയിൽ ആർക്കെങ്കിലും ഇത് നൽകണമെന്നാണ് ജോൺ വൈദ്യർ മകനോട് പറഞ്ഞത്. 2022 ഫെബ്രുവരിയിൽ 102-ാം വയസ്സിൽ ജോൺ വൈദ്യർ മരിച്ചു. നിലവിൽ നെടുപുഴ ഇടവക വികാരിയാണ് ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത്. സ്ഥാപനത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ഫാദർ അഗസ്റ്റിൻ പായിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, ജോസ് കോനിക്കര, ഫാദർ ഡേവിസ് കണ്ണമ്പുഴ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. കനകമല കുരിശുമുടി തീർത്ഥാടനത്തിന് കൊടിയേറി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലിയും നൊവേനയും ലതീജും നടന്നു. ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകാദശി ഉത്സവം നടക്കുന്ന തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്ര പരിസരത്ത് മലിനജലം ഒഴുകുന്നു. ഭക്തജനങ്ങൾക്കായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മലിനജലമാണ് റോഡിലൂടെ ഒഴുകുന്നത്. ദർശനത്തിനെത്തുന്നവർക്ക് മലിനജലത്തിൽ ചവിട്ടി പോകേണ്ട സ്ഥിതിയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കുഴൂർ പഞ്ചായത്തിലെ തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം വീണ്ടും നിലച്ചു. കരാറുകാരന് പണം കിട്ടാത്തതാണ് റോഡിന്റെ ടാറിടൽ അവതാളത്തിലാകാൻ കാരണം. 4 വർഷമായി നാട്ടുകാർ പൊടി തിന്ന് കഴിയുന്നതിനിടയിൽ ഒരാഴ്ച മുൻപാണ് തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിൽ ടാറിടൽ തുടങ്ങിയത്. തെക്കൻ താണിശ്ശേരി മുതൽ ഐരാണിക്കുളം വരെയുള്ള 1 കിലോമീറ്ററോളം ഭാഗം ടാറിടൽ നടത്തിയ ശേഷമാണ് പണി നിർത്തിവെച്ചത്. ഇതുവരെയുള്ള ബില്ലിൽ 45 ലക്ഷത്തോളം രൂപ കരാറുകാരന് ലഭിക്കാനുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം 2022 ഏപ്രിൽ 13-നാണ് തുടങ്ങിവെച്ചത്. 3.86 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം ഒച്ചിന്റെ വേഗത്തിൽ പോലും നീങ്ങിയില്ല. ആദ്യ കരാറുകാരൻ പണി ഉപേക്ഷിച്ചു പോയതിനെ തുടർന്നാണ് ശേഷിക്കും ഭാഗം പൂർത്തിയാക്കാൻ മറ്റൊരു കരാറുകാരന് നൽകിയത്. 207.64 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന്റെ ആദ്യ കരാർ. കൂടാതെ 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമുണ്ട്. ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് നിലവിൽ പണി ഏറ്റെടുത്ത കരാറുകാരനും മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത്. മണ്ണ് റോഡിൽ നിരത്തിയ ശേഷം പണി നിർത്തിവെച്ചിരിക്കുകയാണ്. പൊടിശല്യം കാരണം ഈ പ്രദേശത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഏറെക്കുറെ പൂട്ടിയ അവസ്ഥയിലാണ്. ജനപ്രതിനിധികളും നേതാക്കളും ഉദ്യോഗസ്ഥരും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നപ്പോൾ വർഷങ്ങളായി പൊടി തിന്നു ജീവിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഇനി എന്ന് ശേഷിക്കുന്ന ഭാഗം ടാറിടൽ നടത്തുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ്. TCV ന്യൂസ്, മാള. പോക്സോ കേസിൽ ഗുരുവായൂർ പോലീസ് പ്രതിയാക്കിയ കാവീട് സ്വദേശി നവീനെ ചാവക്കാട് പോക്സോ കോടതി വെറുതെ വിട്ടു. പ്രതിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റവിമുക്തനാക്കിയത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് മഹിമ രാജേഷ് കോടതിയിൽ ഹാജരായി.
ഗുരുവായൂർ ദേവസ്വം മേൽപ്പത്തൂർ സ്മാരക ആയുർവേദ ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെമിനാർ നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് പ്രൊഫസർ ഡോക്ടർ സുബീൻ വൈദ്യമഠം, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മുത്തുലക്ഷ്മി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി മോഡറേറ്ററായി. ദേവസ്വം പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ കെ ജി സുരേഷ് കുമാർ, ദേവസ്വം വേദസംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. പുന്നിയൂർക്കുളം പഞ്ചായത്തിൽ പുസ്തക സമാഹരണത്തോടെ അക്ഷരോന്നതി പദ്ധതിക്ക് തുടക്കമായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ഷിബു ആദ്യ പുസ്തകം കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹസൻ അധ്യക്ഷത വഹിച്ചു. ചെറുകഥാകൃത്ത് റഫീഖ് പട്ടേരി, കവയത്രി ഷീബ ദിനേശ്, വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ എച്ച് ആബിദ്, കെ പി ധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. തലോർ ദീപ്തി ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജൂബിലി കമ്മിറ്റി ചെയർമാൻ ജോസഫ് ടാജറ്റ്, സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ, പ്രിൻസിപ്പൽ റീന ജോൺ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പി എൽ ജോമി, പി ടി എ പ്രസിഡന്റ് ഒ കെ ജഗദീഷ്, മിനി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നായ കൊടുങ്ങച്ചിറയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന ആവശ്യമുയരുന്നു. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ് പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലുള്ള കൊടുങ്ങച്ചിറ. ഒന്നാം ജനകീയാസൂത്രണ പദ്ധതി കാലത്ത് ചിറ വീണ്ടെടുക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ചിറയുടെ വശങ്ങളിൽ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുകയാണ് അന്ന് ചെയ്തത്. പിന്നീട് 2 പതിറ്റാണ്ടിലേറെക്കാലം അവഗണനയിൽ കിടന്ന ചിറ നവീകരിക്കണമെന്ന ആവശ്യമുയർന്നപ്പോഴാണ് മറ്റത്തൂർ പഞ്ചായത്ത് നടപടികളുമായി മുന്നോട്ട് വന്നത്. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 വർഷം മുൻപ് 20 ലക്ഷം രൂപ ചെലവിൽ ചിറ നവീകരിച്ചു. നവീകരിച്ച ചിറയുടെ സമർപ്പണ ചടങ്ങിൽ രണ്ടാം ഘട്ട വികസനത്തിനായി 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് കൊടുങ്ങച്ചിറ സംരക്ഷണ കൂട്ടായ്മ പ്രതിനിധി പി എം ജോണി പറഞ്ഞു. 4 വർഷമായിട്ട് ഇതുവരേക്കും അതിന്റെ തുടർ പണികൾ നടക്കാനോ ഈ കുളത്തിന്റെ ഇപ്പൊ തന്നെ പല സ്ഥലങ്ങളിലും ഇതിന്റെ ഓരോ കല്ലുകളൊക്കെ ഇളകിപ്പോയി, അല്ലെങ്കിൽ പണികളൊക്കെ അതിപ്പോ നിൽക്കണല്ലോ, കണ്ടോ മരമൊക്കെ വീണ് ഇങ്ങനെ തെണ്ടുകളൊക്കെ ക്ഷതം വന്നു കൊടുക്കും. ചിറയുടെ ഒരു വശത്ത് കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക, ചിറയ്ക്ക് ചുറ്റും നടപ്പാതയും ഉദ്യാനവും ഒരുക്കുക, മിനി മാസ്റ്റ് ലൈറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, പഞ്ചായത്തിന്റെ പ്രാദേശിക ടൂറിസം ഭൂപടത്തിൽ ചിറയെ അടയാളപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കൊടുങ്ങച്ചിറ സംരക്ഷണ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. 2 പറമ്പിന്റെ 2 കൂട്ടിലും കൂടിയിട്ട് ഈ കുളത്തിലേക്കുള്ള വഴി വെച്ചത് കൂടുതൽ പണികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് നാള് 4 വർഷമായിട്ട് പണികളൊന്നും കുളത്തിന്റെ ബാക്കിയുള്ള പണികൾക്ക് ഒരു നടപടി. വെള്ളിക്കുളം വലിയതോട് പരിസരത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ സ്ഥാപിച്ച് കൊടുങ്ങച്ചിറയിലേക്ക് വെള്ളം പമ്പ് ചെയ്താൽ വേനലിൽ ചിറയിലെ ജലനിരപ്പ് ഉയർത്താനാകും. സമീപ പ്രദേശങ്ങളായ കുറിഞ്ഞിപ്പാടം, ഇണ്ണോട്, നായാട്ടുകുണ്ട്, ചൊക്കന എന്നിവിടങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാൻ ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി പദ്ധതി ആവിഷ്കരിക്കാനാകുമെന്നും നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, കൊടകര. കൂനമുച്ചി സത്സംഗിന്റെ രോഗി ബന്ധു പുരസ്കാരം കണ്ടാണശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ചിന്തയ്ക്ക് സമ്മാനിച്ചു. സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റൈജു ഉപഹാരം സമ്മാനിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, ശരത്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ജോയ്സി, സത്സംഗ് ട്രഷറർ ബിജോയ് എന്നിവർ സംസാരിച്ചു. യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കൊലപാതക കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര സ്വദേശി പുതുവീട്ടിൽ സനത്തിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വലപ്പാട് ബീച്ച് സ്വദേശി വെള്ളിയിൽ വീട്ടിൽ വൈശാഖിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO VM കേഴ്സണും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ചെറുവത്താനി കുറുങ്കുട്ടിപ്പാടത്ത് ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. ഫയർഫോഴ്സ് വാഹനത്തിന് എത്തിപ്പെടാൻ വഴി സൗകര്യം കുറവായത് തുടക്കത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി. തുടർന്ന് സ്വകാര്യ വാട്ടർ സപ്ലൈയുടെ ലോറികളിൽ വെള്ളമെത്തിച്ചാണ് തീ അണച്ചത്. നഗരസഭാ കൗൺസിലർമാരായ ദിലീപ് പുളിക്കൽ, അതിൻ മുത്താട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തീ അണച്ചു. മനക്കുടി അഞ്ചുമുറി കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NC സതീഷ് അധ്യക്ഷനായി. കർഷക സംഘം മണലൂർ ട്രഷറർ K രാഗേഷ്,
ബ്ലോക്ക് മെമ്പർമാരായ നീതു ഷിജു, ഓമന അശോകൻ, പടവ് സെക്രട്ടറി EP ടോണി, പ്രസിഡന്റ് സാജു ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി നിയമിതനായ K രാകേഷിന് ആദരവും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ VC വിനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് ASI MA ജിജി, പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ N ഷാജി തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് കടവല്ലൂർ, വാർഡംഗം KV ഷൈബു, റോബിൻ റാഫേൽ, KR ശാരിക, രാഗിണി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെ വളരെ സന്തോഷം. SRV ഗവൺമെന്റ് കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗീതോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഗീതജ്ഞരായ JT ജയരാജ് കൃഷ്ണൻ, ജയശ്രീ ജയരാജ് കൃഷ്ണൻ, കോളേജ് സ്പെഷ്യൽ ഓഫീസർ M അപർണ, പ്രോഗ്രാം കോർഡിനേറ്റർ T വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല സംഘടനകളിലൂടെ ഞാനിവിടെയുള്ള ഏതെങ്കിലും സംഘടന ഇതമായിട്ട് നമ്മൾ പോയിരിക്കുന്നു, ഒരു കീർത്തനം പഠിക്കുന്നു, അല്ല രാഗം പാടുന്നു, ഇങ്ങനെ പോകുന്ന ഒരു പാറ്റേണിൽ നിന്ന് നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് കൂടുതലും ബന്ധം ആ പാട്ടുകളൊക്കെയുള്ള സ്പേസ് അങ്ങനെ തന്നോട്ടാണ് നിർത്തി. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഗീതാപാരായണ സത്സംഗ സമിതി സംഘടിപ്പിക്കുന്ന ഗീതാപാരായണം 19 നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 1000 പേർ പങ്കെടുക്കുന്ന ഗീതാപാരായണം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. R നാരായണൻ, ഗുരുവായൂർ കണ്ണൻസ്വാമി, വിനോദ് കുറുപ്പത്ത്, ബാബുരാജ് കേച്ചേരി, വേണുഗോപാൽ പട്ടത്താക്കിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. TCVയുടെ സംവേദനം പരിപാടി സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചു. MN ലക്ഷം വീട് പദ്ധതിയിൽ നിർമ്മിച്ച ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി പുനർനിർമ്മിക്കുന്നതിന് കാരണമായത് TCV ആണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. മുണ്ടൂർ ആറമ്പിള്ളിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 100ഓളം വാഴകൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. വെള്ളം ലഭിക്കാതെ അരിമ്പൂർ, കൊടയാട്ടി, അന്തിക്കാട് പടവുകളിൽ 2400 ഏക്കറിലേറെ നെൽകൃഷി ഉണക്കുഭീഷണിയിൽ. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ. എറിയാട് സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. ഞെള്ളൂർ വെണ്ടൂർ പാലം നിർമ്മാണം അധികൃതരുടെ അനാസ്ഥ മൂലം പാതി വഴിയിൽ നിലച്ചു. കരാറുകാരൻ പിൻവാങ്ങിയതാണ് പാലം നിർമ്മാണം നിലയ്ക്കാൻ കാരണം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങരയിൽ വീണ്ടും സർവീസ് റോഡിലെ സ്ലാബ് തകർന്നു. തുടർച്ചയായ 5ാം തവണയാണ് സ്ലാബ് തകരുന്നത്. തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശിയാഘോഷം ഭക്തിസാന്ദ്രമായി. പതിവ് തെറ്റിക്കാതെ കുംഭാര സേവകർ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. പച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് കൂറയിടൽ ചടങ്ങ് നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.